ഇപ്പം എന്നോടൊപ്പമുള്ള എനിക്ക് ചെറുപ്പകാലം തുടങ്ങി ചെറുപ്പം എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ഒരു വളർച്ച ഉണ്ടാകുന്ന സമയത്ത് വീഡിയോ വേൾഡ് വണ്ണപ്പുറത്ത് കാസറ്റുകൾ നടത്തുമ്പോൾ അവിടെ വരെ വന്ന് സ്റ്റേജ് ഷോ ചെയ്ത് തന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കണ്ണൻ സാഗർ കണ്ണൻ. അതിപ്പോൾ ഓർമ്മ വരുമല്ലേ നമുക്ക് അല്ലേ? ഇത്രയും വർഷം 96 അതെ 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 96 മച്ചാൻ വർഗീസൊക്കെ ഉണ്ട്. അത് തന്നെ ഒരു മഴയത്ത് അത് മറക്കാൻ പറ്റില്ല. എന്നെ അറിയൂ, കാര്യം മഴ കൊണ്ട് പെയ്തു തീർന്നു, ജനങ്ങളെല്ലാം വന്ന് ഇരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഇരിക്കുകയും കയറി നിൽക്കുക എല്ലാവരും. അപ്പം രാജമാഷ് ഇങ്ങോട്ട് വന്നു, മൈക്കെടുത്ത് ഹലോ ടെസ്റ്റ് ഹലോ എന്ന് പറഞ്ഞു അനൗൺസ്മെൻറ്റ് തുടങ്ങുകയും ഈ മേളത്തെ വെള്ളം നിറഞ്ഞിരിക്കുന്ന പടുത പൊട്ടിയിട്ട് മൊത്തം വന്ന് വീണു. അപ്പോൾ അത് പറഞ്ഞ് മൈക്കിൻ്റെ എല്ലാം വീണു. മൈക്ക് സെറ്റ് വർഗീസേട്ടൻ കിടന്ന് ബഹളം. അതെല്ലാം കഴിഞ്ഞും ഓക്കെ ആയി. വീണ്ടും മൈക്ക് നിരത്തി വെച്ചു, പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഈ സ്റ്റേജ് നടുവശം കുഴിച്ചിട്ട് ചോറ് പോലായിപ്പോയി. അപ്പം ഈ മൈക്കും ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ഇതിനകത്തോട്ടു കണ്ടമാണല്ലോ ഇരുന്ന് പോയി. അന്ന് ഓർക്കുന്നുണ്ട് അവിടെ നിന്ന് ഓടി വന്നതും എന്താ സംഭവിച്ചെന്ന് അല്ലേ? ചെളിയിലൂടെ അല്ല ഓട്ടം. അയ്യോ, അല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ കണ്ണനൊക്കെ ഇത്രയും വർഷങ്ങളുടെ ബന്ധമാണ് നമ്മളൊക്കെ. അതെ, തീർച്ചയായിട്ടും കണ്ണൻ്റെ ഒക്കെ ഒരേ വളർച്ച കാണുന്നത് നമുക്ക് അഭിമാനമാണ്. എത്ര സിനിമകൾ അല്ലെ, ചെറിയ ചെറിയ വേഷങ്ങളെ നല്ല സിനിമകൾ. പക്ഷെ എനിക്ക് കണ്ണൻ്റെ സിനിമകൾ എപ്പോഴും കണ്ണൻ്റെ സ്റ്റേജ് ഷോ ആണ് എനിക്ക് ഇഷ്ടം. കണ്ണനാക്കി മാറ്റിയത് സാഗർ കണ്ണനാക്കിയ സ്റ്റേജ് ഷോ ആണ് അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് കണ്ണൻ്റെ യാത്ര ഇപ്പം? യാത്ര ഇപ്പം കുഴപ്പമില്ല. എനിക്ക് ഇപ്പം സിനിമകളിൽ നല്ല കുറേ വേഷങ്ങൾ, നല്ല ഉന്നതരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റി. ദുൽഖറിൻ്റെ കൂടെ 2 പടം ചെയ്തു, മഞ്ജു വാര്യർ ചേച്ചിയുടെ കൂടെ 2 പടം ചെയ്തു. അതൊക്കെ വലിയ അനുഗ്രഹമാണ്. കുറേ താരങ്ങളുടെ കൂടെ ചെയ്യാൻ പറ്റി. പക്ഷേ സിനിമകൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ചും കൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷേ എപ്പോഴേലും വരട്ടെ. അതെ നോക്കുക. നമ്മളിപ്പോഴും യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ചാനലിനകത്തുള്ള കൊച്ചു കൊച്ചു കോമഡി പരിപാടികളും നാദർഷക്കൊക്കെയുള്ളൊരു പരിപാടിയുണ്ട്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്. അതിനകത്ത് സ്കിറ്റൊക്കെ ചെയ്ത് ഇപ്പം നിലവിൽ അതാണുള്ളത്. ഇങ്ങനെ പോകുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ എഴുത്തുകാർ കുറേ പേരുണ്ട്. ആ യൂണിയൻ്റെ ആണ്, റൈറ്റൽ യൂണിയൻ്റെ പരിപാടിയിലാണ് നമ്മളിരിക്കുന്നത് അല്ലേ? പിന്നിൽ എഴുതുന്നവരാരും മുന്നിൽ വരാറില്ല. തീർച്ചയായിട്ടും വളരെ ചുരുക്കം ആളുകൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നുള്ളൂ, വളരെ ചുരുക്കം ആളുകൾ. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം മാറി. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ എന്തെങ്കിലും ഒരു വേഷത്തിൽ അഭിനയിക്കുന്ന കാലഘട്ടത്തിലേക്ക്. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ എഴുതി തന്ന ഒത്തിരി ആളുകളുണ്ടല്ലേ. സാഗറിനെ സാഗറാക്കി മാറ്റി എഴുതി തന്ന ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയും? എന്നെ എഴുത്തിലൂടെയല്ല, ഞാൻ കോമഡി പരിപാടിയിൽ കൊച്ചിൻ ജോക്സിൻ്റെ കലാമറക്കുമാരൊക്കെ കൂടിയായിരുന്നു ഒരു 3.5 വർഷത്തോളം. അപ്പോൾ അവിടുന്ന് അബീക, കൊച്ചിൻ സാഗർ അവിടേക്ക് ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ജാഫർ, ഞങ്ങളൊക്കെ മാട്ട് കളിച്ചിട്ടുണ്ടെന്ന്. അവിടെ നിന്നാണ് ഈ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് വരുന്നത്. ബഷീർക്ക, മൂവാറ്റുപുഴ ബഷീർ, രാജൻ ഇടുക്കി, രാജേഷ് കെ പുതുമന, ഞങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ശിവദാസ് മട്ടാഞ്ചേരി, ശിവദാസ് ചേട്ടൻ, ഞങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് അബീക്കയുടെ കൂടെ വന്നു. അവിടുന്ന് അഭയ് ഷൺമുഖൻ എന്ന് പറഞ്ഞ ഷോ ചെയ്ത് അവിടെ 448 സ്റ്റേജുകളും കളിച്ചു. അത് ഡെയിലി പരിപാടി മടുത്തു. ഞാനും ജാഫറും അതിനകത്ത് മെയിൻ വേഷം ചെയ്യുന്നത്. അപ്പം അന്ന് ചാനലുകളിനകത്ത് കുറവാണ്, ദൂരദർശനാണ് കൂടുതലും. പിന്നെ ഏഷ്യാൻ്റെ കൈ വരുന്നതേ ഉള്ളൂ, ആയിട്ടില്ല. അപ്പോൾ സ്റ്റേജ് പരിപാടി കൊണ്ട് നമ്മളെ തിരിച്ചറിയുകയും നമ്മൾ ചെല്ലുന്ന പരിപാടിക്ക് നമ്മളെ അന്വേഷിച്ച് വരികയും ഇന്നൊരാളുണ്ടല്ലോ എവിടെയെന്ന് ചോദിച്ചു ഈ പറഞ്ഞ ജാഫറിനെയും എന്നെയും ഒക്കെ അന്വേഷിച്ച് വരുന്ന ഒരു സംഭവം. അത് ഒരു താരത്തിന് കിട്ടുന്നതിനെക്കാണ്ട് വലിയൊരു മൂല്യമായിരുന്നു അന്ന്. കാരണം സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ട് നമ്മളെ വന്ന് വിളിക്കുക, ക്ഷണിക്കുക, അതുപോലെ ഫോട്ടോ ക്യാമറമാനെ വിളിച്ചുകൊണ്ട് വന്ന് ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. അന്ന് മൊബൈലില്ല, മൊബൈൽ കുറവല്ലേ. അങ്ങനെ ഓട്ടോഗ്രാഫ് എഴുതുക ഒക്കെയായിരുന്നു പരിപാടികൾ. എനിക്ക് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു വഴിത്തിരിവായിരുന്നു കോമഡി രംഗത്തിലേക്ക്. പക്ഷേ അവസരങ്ങൾ വന്നിരുന്നു സിനിമയിലേക്ക്. പക്ഷേ ഈ സ്റ്റേജ് ഷോ ഒക്കെ ഉള്ളതുകൊണ്ട് അബീക പറഞ്ഞ് അങ്ങനെ പോയാൽ ശരിയായില്ല എന്ന് പറഞ്ഞ് മാറിപ്പോവാതെ ചെയ്തു. ആ ഒരു സ്റ്റേജ് ഷോ ആണ് അഭയ് ഷൺമുഖി എന്നുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങളെ കണ്ണനാക്കി എടുത്തത് അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിൽ ആ ഒരു സംഭവം. പിന്നെ അബീക്കയുടെ കൂടെയുള്ള വേറെ ഷോകളുണ്ടായിരുന്നു, കോമഡി ഡ്രാമ ചെയ്തിരുന്നു. ഡ്രാമയ്ക്കകത്തും ഇതിൽ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ് അബീക്ക വ്യത്യസ്തത കണ്ടുപിടിക്കുന്ന ഒരാളാണ്. ഈ അഭയ് ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ ത്രൂവിട്ട് ഷുവർ മൈക്ക് ഇട്ടിട്ട് മിമിക്രി കളിക്കുക. വേറെ മൈക്കുകളൊന്നുമില്ല. നമ്മൾ പെർഫോമൻസ് ചെയ്യുന്ന മൊത്തം ഈ ഒരു ഷുവർ മൈക്കല്ല, നാടകം പോലെയാണ്.
നമ്മുടെ ഇത് പോകുന്നത്. അതിനകത്ത് അസാമാന്യ ടൈമിങ്, കുറേയേറെ മുഹൂർത്തങ്ങൾ ടൈമിങ്. ആ ടൈമിങ് ഒരു ശതമാനം അങ്ങോട്ടും അങ്ങോട്ടും മാറി ആ കോമഡി തന്നെ പോകും, നശിച്ചു പോകും. അപ്പോൾ ജാഫറൊക്കെ ഈ പൊട്ടിത്തെറിച്ചിട്ട്, അതായത് പിന്നെ എന്തോ സാധനം താഴെ വീണു, ഒരു പടക്കം താഴെ വീണ് പൊട്ടി ഉമ്മെന്ന് പൊട്ടുന്നു, പിന്നെ കാണുന്ന മുഖത്ത് കരിയായിട്ട് എഴുന്നേറ്റ് വരുന്ന, അത് സെക്കൻഡുകൾ കൊണ്ടുള്ള മേക്കപ്പാ. കരി താഴെ വെച്ചിട്ടുണ്ട്, ഇത് പൊട്ടുന്ന നേരെ കുനിഞ്ഞ് അത് വാരിയെടുത്ത് അങ്ങ് ഒറ്റ തേപ്പ് തേച്ചിട്ട് നിൽക്കുക. അപ്പോൾ ആ ലൈറ്റും ഇതായി പുകയുടെ അത് മാറുമ്പോഴത്തേന് കറക്റ്റായിട്ട് കരിഞ്ഞ് നിൽക്കുക ആൾ. ഇങ്ങനെ ചില മുഹൂർത്തങ്ങൾ പലതും. അവർ ഞാൻ അതിനകത്ത് ഈ ഷഡ്ഡി വന്നോ, ശില്പ ഷഡ്ഡി വന്നോ, അല്ല സുനിൽ ഷെഡ്ഡി വന്നോ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ നമ്മുടെ പുള്ളിയാ, നമ്മുടെ ഊത്താട്ടുള്ള അജിത്ത് ഡ്രൈവറായിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ പറയും, ഷഡ്ഡി വന്നോ, ഫുൾ ഷഡ്ഡി വന്നോ പറയും. പ്രൊഡ്യൂസർ പറയും, ഇല്ല വന്നിട്ടില്ല. എന്താ വരാത്ത, വരും എന്നാ പറയും എന്ന് പറയും. പറ്റത്തില്ലോ, ഷഡ്ഡി എവിടെ, ഷഡ്ഡി എവിടെ ചോദിക്കുമ്പോഴത്തേന്, ഷഡ്ഡി എവിടെ ഇങ്ങനെ തിരിയുമ്പോഴത്തേന് ഈ ഡ്രൈവർ ഇത് മതിയോ എന്ന് ചോദിച്ച് ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചപ്പോൾ എൻ്റെ തലയിലോട്ടങ്ങ് വീണ് പോകും. ഭയങ്കര ടൈമിങ് അത്. ഞാൻ ആരുടെ ഷഡ്ഡി എടുത്തിട്ട്, അല്ല ഷഡ്ഡി ചോദിച്ചാൽ കൊണ്ട് വന്നാൽ പറഞ്ഞാൽ ഞാൻ ഓടിക്കുന്ന സീനാണ്. ഒരു ദിവസം ഈ ട്രൂപ്പിന് കളിക്കുന്ന സാധാരണ ഒരു ഷഡ്ഡി ഉണ്ട്, അത് ഫ്രഷോർ മേടിച്ച് വെച്ചിരിക്കുക, അതാ തലയിലിടുന്നത്. അപ്പം അന്ന് എടുക്കാൻ മറന്നു പോയിട്ടെ ഇവനിട്ട ഷഡ്ഡി ഉരുട്ടേണ്ട തലയിട്ട് ഞാൻ അറിയുന്നില്ല. പതിവിലും വല്ലാത്തൊരു എന്തോ ഒരു വ്യത്യസ്തത ഈ ഷഡ്ഡിക്ക്. പുതുമണമൊന്നുമല്ല, വേറൊരു ഞാനിതെന്താ ഇത് കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ നിന്ന് ചിരിക്കുക. ഷോ കഴിഞ്ഞു ചിരിക്കുക. അപ്പോൾ തന്നെ പറയുന്നത്, കണഞ്ഞേട്ടാ ക്ഷമിക്കണം, ഇങ്ങനെ സംഭവിച്ച് എടുക്കാൻ പറ്റുമെന്ന് തെറി പറഞ്ഞ ഗ്രൗണ്ടിലിട്ട് ഓടിച്ചു. വല്ലാത്തൊരു അനുഭവം കേട്ടോ. അതെ, പക്ഷേ സംഗതി ഷോ ഒക്കെയാണ്, ഷോ ഒക്കെയാണ്, ജനം ഹാപ്പിയാണ്, നമ്മൾ അനുഭവിച്ചത്. അല്ല, ഞാനിപ്പോൾ ആലോചിക്കാതെ ഇങ്ങനത്തെ നിങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർ എന്ത് ദുഃഖങ്ങളും മനസ്സിലൊതുക്കിയിട്ട്, എല്ലാ കലാകാരന്മാരും അങ്ങനെ തന്നെയാണ്, ഞാനൊന്നും പറയില്ല. പക്ഷേ മിമിക്രി എന്ന് വെച്ചാൽ കോമഡി സ്കിറ്റ് ചെയ്യുമ്പോൾ എന്തും മനസ്സിലൊതുക്കിയിട്ട് പ്രഷർ ചിരിപ്പിക്കുകയാണ് അല്ലേ? ഇപ്പം ഞാൻ പറയാം, പണ്ട് ചെയ്ത ചില കോമഡികൾ മനോജനസിനോടൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അത് ചെയ്ത് വെച്ച ചില സംഭവങ്ങൾ അന്ന് കാസറ്റ് ഇറങ്ങിയ ചാനലൊന്നുമില്ല, പക്ഷെ അത് കണ്ടുവച്ച് ഇപ്പോഴും നമ്മൾ അത് വെച്ച് തിരിച്ചറിയുന്ന മനുഷ്യരുണ്ട്. നമുക്ക് ഒരു വലിയൊരു അഭിമാനം അതൊക്കെ. ഞാൻ കൂടുതൽ ആക്ഷൻ കോമഡിയാണ്. അതെ അതെ, ഡയലോഗ്സ് കോമഡി കുറവാണ്. ഞാൻ ആക്ഷൻ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പെൺവേഷങ്ങൾ ഈ അമ്മച്ചി വേഷമൊക്കെ ചെയ്യും. അമ്മച്ചി വേഷങ്ങൾ അങ്ങനെയാണല്ലോ കണ്ണൻ ഫേമസ് ആവുന്നത്. എൻ്റെ അറിവിലൊക്കെ ഒത്തിരി അമ്മച്ചി വേഷങ്ങൾ. അതെ, അമ്മച്ചിയെ പിടിച്ചാൽ ഞാൻ കയറുന്നത്.